അടുത്ത ഡ്രീം കല്യാണം ആയിരിക്കല്ലോ. ഇല്ല, അടുത്ത ഡ്രീം കല്യാണം എന്റെ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ചിലപ്പോ ആ ലിസ്റ്റ് പോലും ഉണ്ടാവില്ല. കല്യാണം ചേട്ടന്റെ കല്യാണം കൂടെ ഇരിക്കുമായിരുന്നു. പിന്നെ അല്ല, എനിക്കിപ്പോ കല്യാണത്തിനോട് ഈ വിരോധം തോന്നുന്ന ആൾക്കാർ ഈ ആദ്യ പ്രണയൊക്കെ പൊളിഞ്ഞ് പാളീസായിട്ട് തേച്ചിട്ട് പോണ ആൾക്കാരാണ് ഈ കല്യാണത്തിനോടൊക്കെ ഭയങ്കര വിരോധം തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും അനുഭവം സെറീനൊക്കെ ഉണ്ടായിരുന്നു? തേച്ചിട്ട് പോയതാ? അല്ല, അങ്ങനെയല്ല. എനിക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് ഫാമിലി, ഐ മീൻ, ഞാനിപ്പോ അല്ല, അമ്മ പിന്നെ ഫോട്ടോ ഒന്ന് കാണിച്ചെന്നോ? അല്ല, ഞാനില്ലേ പണ്ട് തൊട്ടേ ബീച്ച് വെഡിങ്ങിന് ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്തോണ്ടിരുന്ന ഒരാളാണ്. ഞാനപ്പോ എല്ലാരെയും കൺവിൻസ് ചെയ്തിട്ട് എന്റെ അങ്കിൾ പള്ളിയിലച്ഛനായോണ്ട് പറ്റത്തില്ല, പള്ളിയിലേക്ക് ഇട്ട് നോക്കാൻ പറ്റൂ എന്ന് പറഞ്ഞോണ്ടിരുന്ന ആളാണ്. ഞാൻ ബീച്ച് വെഡിങ് കൺവിൻസ് ചെയ്തു. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ചെക്കനില്ല, ബീച്ചില്ല, പള്ളിയില്ല. എനിക്ക് കല്യാണത്തിനോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പം അല്ല, അതിന് ശേഷമാണ് ഈ പുരുഷന്മാരോട് വിരോധം തോന്നാനുള്ളത്. പൊന്നു ചേട്ടാ പറഞ്ഞു കേൾപ്പിക്കുന്നതൊക്കെ വിരോധമില്ല. ഞാൻ പറഞ്ഞു മാരീഡ് ലൈഫിലേക്ക് എനിക്കിപ്പം സെറീന ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരിയാണോ? അതെന്താ ചിന്താഗതിയുടെ ഒരു ഡെഫിനിഷൻ പറയുന്നത്? അല്ല, ചോദിക്കുന്നു. ഫെമിനിസത്തിന് എന്താ കല്യാണം ഇല്ലേ? അല്ല, കല്യാണം ലാസ്റ്റ് പ്രയോറിറ്റിയിൽ വെച്ചിരിക്കുന്നോണ്ട് ചോദിച്ചത്. ഏറ്റവും നല്ല ഫെമിനിസ്റ്റുകൾ നല്ല ഭാര്യമാരാകും, ഡെഫിനറ്റ്ലി, അതിലൊരു സംശയമില്ല.